അപ്പം നമുക്ക് ഇന്ന് ആ കാറ്ററിംഗുകാരുടെ രഹസ്യ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചാലോ? അപാര ടേസ്റ്റാണ്, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതിൻ്റെ രഹസ്യക്കൂട്ട് അന്വേഷിച്ച് ഞാൻ കുറേ നടന്നതാ, അവസാനം എനിക്ക് കിട്ടി. എന്നാൽ ഞാൻ കരുതി നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന്. നിങ്ങൾ അന്വേഷിച്ച് കുറേ നടന്നിട്ടുണ്ടാവും. ഇനി എവിടെ അന്വേഷിച്ച് നടക്കണ്ട കേട്ടോ, ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. ശരിയായ കൂട്ടാ. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങളോട്. അപാര ടേസ്റ്റ് അല്ലേ? ഇത് കഴിച്ച് കഴിഞ്ഞാൽ ചോറ് കഴിച്ചുകൊണ്ടിരിക്കും, അത്ര ടേസ്റ്റാ. അപ്പോൾ ഈ രഹസ്യക്കൂട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിൽ കാണിക്കുന്നത് പോലെ ഒരു 10-15 ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. 2 കൊടംപുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5-6 വെളുത്തുള്ളി, അത്രയും പോന്ന ഇഞ്ചി കഷ്ണം, ഒരു പകുതി സവോള, 2 പച്ചമുളക്, ഒരു തക്കാളി, വേപ്പില കതിര ഒരു എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അരമുറിയുടെ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ആക്കി വെക്കുന്നത് നമുക്ക് ചെരുകാനൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊത്തടർത്തി നമുക്ക് നാളികേരം ചെരുക്കി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ആരുടെയും സഹായം ഇല്ലാതെ നാളികേരം അതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു പാനിലേക്ക് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ 1/2 സവോള ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് കുഴഞ്ഞ് പോണ്ട, സാധാ നമ്മൾ വഴറ്റിയെടുക്കത്തില്ലേ ആ പാകം മതി. അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളകാണ് ഇടുന്നത്. അതും അതിൻ്റെ പച്ചമണം പോകുമ്പോൾ നമ്മൾ നാളികേരം എടുത്ത് ആക്കി വെച്ച അരമുറി നാളികേരമില്ലേ അത് ഇതിലേക്ക് ചേർക്കുക. പിന്നെ ഇത് ചൂടാക്കിയാൽ മതി. അതിൽ ഒപ്പം കിടന്നിട്ട് ഇതിന് ഫ്ലെയിം കത്തിച്ചിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല, അതിലുള്ള ചൂടും തന്നെ മതി. എന്നിട്ട് അത് അവിടെ മാറ്റി വയ്ക്കുക ചൂടാറാൻ. അതിൻ്റെ കൂടെ ഇനിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ മാറ്റി വെച്ച ഇതില്ലേ വെളുത്തുള്ളി, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ആ ചൂടാറാൻ മാറ്റി വെച്ചിരിക്കുന്ന ആ തേങ്ങാക്കൂട്ടിലേക്ക് ചേർത്ത് ചൂടാറുമ്പോൾ രണ്ടും കൂടി അരച്ചെടുക്കുക. ഇതുപോലെ അതിലേക്ക് മിക്സ് ചെയ്ത് ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് ആദ്യം വെളുത്തുള്ളി മൂപ്പിച്ചതിന് ശേഷം ഈ സവോളി നാളികേരം ഇട്ടാലും മതി. ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. ഇനി ഒരു ചീഞ്ചട്ടിയിലേക്ക് ഉലുവ ചേർക്കുന്നുണ്ട്. അത് മൂത്ത് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചുവന്നുള്ളി, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയില്ലേ അത് ചേർക്കാം. ആ ചുവന്നുള്ളി നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ആ നാളികേരത്തിൻ്റെ കൂട്ടില്ലേ അത് നമുക്ക് നന്നായി മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. ഇതിൽ തരി പാടില്ല, നന്നായിട്ട് അരഞ്ഞിരിക്കണം. ഇഞ്ചിയും ഉള്ളിയും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇട്ട് കൊടുക്കാം, നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. മീൻ കറിയിലൊക്കെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്താൽ വളരെ നല്ലത് തന്നെയാണ്, നല്ല മണമൊക്കെ ആയിരിക്കും. നിങ്ങളപ്പോൾ അത് നല്ലോണം ചേർക്കാം. ഇതിൻ്റെ മൂത്ത് പച്ചമണവും എല്ലാം പോയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മസാല ചേർക്കാം. ഇതിപ്പോൾ കുറച്ച് ദിവസം കേടാവാതെ ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ മല്ലിപ്പൊടി ചേർക്കണ്ട. കാറ്ററിംഗുകാരൊന്നും മല്ലിപ്പൊടി ചേർക്കില്ല, എന്നാലിത് നല്ല കട്ടിയായിട്ട് കിട്ടും. ഞാനിതിൽ മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായി ചൂടായി അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പച്ചമണം പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു തക്കാളി അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലിട്ട് നന്നായിട്ട് തക്കാളി വെവുന്നത് വരെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം, അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ടായാലും വേവിക്കാം.
അതിൻ്റെ പച്ചമണം നന്നായിട്ട് പോകണം. ഇതിലേക്ക് നമ്മൾ കുടംപുളിയും തക്കാളിയും ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൽപ്പുളിയും എടുക്കാം. കോൽപ്പുളിയാണ് ചേർക്കുന്നതെങ്കിൽ ഇത് തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം ആ പുളിവെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചതിന് ശേഷം മാത്രം അരപ്പ് കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. അത് നന്നായി തിളയ്ക്കണം. പുളിയുടെ വെള്ളം ഇതിൻ്റെ കൂടെ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ സമയത്ത് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഞാൻ അളവ് കുറച്ചാണ് എടുക്കുന്നത് ഉപ്പ്. പിന്നെ ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ഇടാമല്ലോ. കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് കുറയ്ക്കാനുള്ള പണി നോക്കണം. എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പണ്ട്. ഞാൻ കുറേ അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പാചകം ഒന്നും അറിയാത്ത സമയത്ത് ഞാൻ മീൻകറി വെക്കാനായിട്ട് കല്യാണം കഴിഞ്ഞ അവസരത്തിൽ എനിക്ക് പാചകമൊന്നും വലുതായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ മീൻകറി വീട്ടിൽ തറവാട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് മീൻകറി വെക്കാനായിട്ട് അവിടുത്തെ അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ മീൻകറി വെക്കാൻ അറിയില്ല. എൻ്റെ കൂട്ടൊക്കെ അറിയെങ്കിലും കറക്റ്റായിട്ട് അറിയില്ല. ഉപ്പ് മീനായിരുന്നു. അതിൽ ഞാൻ ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ട് എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് ജീവിതത്തിൽ അത് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഉപ്പ് എല്ലാ കറിയിലും ഞാനത് കാരണം ഉപ്പ് ഒരു മിതത്തിൽ തന്നെ ഇടുള്ളൂ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാമല്ലോ. ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ അരച്ച് വെച്ച കൂട്ടില്ലേ അത് ഒഴിക്കുക. അതിലേക്ക് വെള്ളം പാത്രം കഴുകിയിട്ട് മിക്സി കഴുകിയിട്ടുള്ള വെള്ളവും കൂടി നന്നായി ഒഴിക്കുക. ഇത് പിരിഞ്ഞ പോലെയൊക്കെ തോന്നും നിങ്ങൾക്ക്. ഇല്ല, പിരിഞ്ഞിട്ടില്ല. നിങ്ങൾ പേടിക്കണ്ട. അത് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കൈ എടുക്കരുത്, ഇളക്കൽ നിർത്തരുത്. ഇളക്കൽ നിർത്തിക്കഴിഞ്ഞാൽ അത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിലാണ് ഇളക്കൽ നിർത്തരുതെന്ന് പറയുന്നത്. ഇത് നന്നായി തിളച്ച് വറ്റി വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് പാത്രത്തിൽ കണ്ടറിയാം ഞാൻ ഇളക്കൽ നിർത്തിയത്. അത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. മൺചട്ടിയല്ല, അതിൻ്റെ അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ നോൺ സ്റ്റിക്ക് വല്ല പാത്രങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരുവിധം തിളച്ച് അത് വറ്റി ശരിയായിട്ട് വന്നതിന് ശേഷം മാത്രമേ അത് എടുക്കാൻ പാടുള്ളൂ. ഇളക്കൽ നിർത്താൻ പാടുള്ളൂ. ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം നമുക്ക് തിളപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായ പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കണം. ഇത് കാറ്ററിംഗ് സ്പെഷ്യൽ മീൻകറി ആയതുകൊണ്ട് തന്നെ അത് മഞ്ഞ കളറിലല്ലേ ഇരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ മുളകും സാധാരണ മുളക് പൊടി ചേർത്തത്. ഇല്ലെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി അധികം ചേർക്കാം. കൊഴുപ്പ് കിട്ടാനായിട്ട് അരയ്ക്കാനായിട്ട് കാശ്മീരി മുളക് എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യമായ പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് അളവ് അനുസരിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം. എന്നിട്ട് ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അവരൊക്കെ നല്ല മീനുകളാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമൊന്നും വരില്ല. നമ്മളിവിടെ ചേർക്കുന്നത് മുള്ളനാണ്. സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇപ്പോൾ നല്ല മീനുകൾ തന്നെ വേണ്ട. നമുക്ക് കിട്ടാവുന്ന ഏത് മീൻ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ ചെയ്ത് കാണിച്ചത്. ഇപ്പോൾ വലിയ മീനുകൾക്കൊക്കെ നല്ല വിലയല്ലേ. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഉള്ള മീനുകൾ ഏത് മീൻ വെച്ചിട്ടും ഈ മീൻ കറി ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ ചെയ്ത് കാണിച്ചത്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്ക്. ഇത് വല്ലാണ്ട് മീൻ ഉടഞ്ഞു പോകണ്ട. ലാസ്റ്റ് നിമിഷം മാത്രമായിട്ട് ചേർത്താൽ മതി. അതൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഏത് മീനും വെവും. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ചുറ്റിച്ച് പിന്നെ ഇളക്കരുത്. മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പൂണോ കയ്യിലോ ഇട്ടിട്ട് ഇളക്കാൻ പാടില്ല. ചുറ്റിച്ച് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ആ മീനിട്ട് അത് വെന്ത് കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചൂടോടെ നമുക്ക് ചോറിൻ്റെ കൂടെയോ ഏത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഏതിൻ്റെ കൂടെയും നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും.
നിങ്ങളെല്ലാവരും ഇതൊരു വട്ടം ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയും മീൻകറി ഉണ്ടാക്കുന്ന ഈ വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒരു വട്ടം ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോ നമുക്ക് ജ്യൂസിൻ്റെ വീഡിയോ ഇടാം. അടുത്ത വീഡിയോയിൽ ഇനി ഈ ചൂട്ടത്ത് കുടിക്കാൻ പറ്റിയ നല്ല റിഫ്രഷിങ് ഡ്രിങ്ക് ഉണ്ടാക്കി ജ്യൂസിൻ്റെ വീഡിയോ ഇടാം. ഹെൽത്തി ആയിട്ടും നമുക്ക് ചൂടിന് കുടിക്കാൻ പറ്റിയ ഡ്രിങ്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.